ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആഹ് കഴിഞ്ഞ വീഡിയോയിൽ തന്ന സപ്പോർട്ടിന് ആദ്യമേ തന്നെ താങ്ക്സ് പറയാണ്. ആഹ് ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്തു, കമൻസ് തന്നു, ലൈക്സ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ആൻഡ് കണ്ടിന്യൂ ഡൂയിങ് ദി സെയിം. ലൈക്ക് വാട്ട് എവർ ദ ഫീഡ്ബാക്ക് ഈസ് ലൈക്ക് എന്തായാലും തരുക. ആൻഡ് സോ ഈ എപ്പിസോഡിൽ നമ്മൾ മെയിനായിട്ട് കാണാൻ പോകുന്നത് നമ്മൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് UK കൂടി ഡ്രൈവ് ചെയ്യുന്ന പോർഷൻസ് ആണ്. സോ സോ പ്ലീസ് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. പിന്നെ നമ്മുടെ ചാനലിന്റെ നെയിം ചെറുതായിട്ട് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗേലിക് മല്ലു എന്നാക്കിയിട്ടുണ്ട്. സോ ഗേലിക് മല്ലു ഈസ് ബേസിക്കലി കൈൻഡ് ഓഫ് ലാംഗ്വേജ് ദാറ്റ് ഈസ് spoken in Ireland and Scotland. So the thought like changing the name and change the name to something unique. So that's just a small update. So please enjoy the rest of the video. Thank you. So guys, നമ്മൾ ഓൾറെഡി ഹോളിഹെഡ് വേവ് സ്പോട്ടിലെത്തി. സോ ഇപ്പം കപ്പലിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പതിയെ ഇറങ്ങുവാണ്. വണ്ടി പാർക്ക് ചെയ്തപ്പോഴത്തെ ഡെക്കിലേക്ക് ഇറങ്ങുവാണ്. സോ UK, yeah. So guys, back to our വണ്ടി. കൊടുത്തിട്ട് വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. സോ വണ്ടിയിലേക്ക് പോവാണ്. അത്യാവശ്യം വണ്ടികളുണ്ട് കേട്ടോ. അയർലൻഡിൽ നിന്ന് ട്രാവൽ ചെയ്യാനായിട്ട് അത്യാവശ്യം വണ്ടികളുണ്ട്. നമുക്ക് വണ്ടിയിലേക്ക് കയറാം. ഗൈസ്, നമ്മൾ ഇറങ്ങുവാണ്. UK, ടച്ചിങ് ഡൗൺ UK. സോ ഫൈനലി ഗൈസ്, നമ്മൾ UK കയറി, UK പോർട്ടിൽ കയറി, ഹോളിഹെഡ് പോർട്ട്. സോ ഇവിടെ നിന്ന് എക്സിറ്റ് എടുത്തിട്ട് നമ്മൾ ഇനി മാഞ്ചസ്റ്ററിലേക്കാണ് ആദ്യം പോകുന്നത്. നമുക്ക് സൈഡിൽ കാണാൻ പറ്റും അവിടെ ട്രെയിൻസ് കിടക്കുന്നത്. അതായത് ഇപ്പോൾ കാൽനടയായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ട്രെയിൻ എടുത്തിട്ട് വേണമെങ്കിൽ ലണ്ടനിലേക്കോ വേറെ ലൊക്കേഷൻസിലേക്കൊക്കെ പോകാൻ പറ്റും. സോ അങ്ങനെയാണ് ഇവിടുത്തെ കുറേ പോർട്ടുകളൊക്കെ ക്രമീകരിച്ചേക്കണമെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. സോ ആക്ച്വലി വലിയ ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് കയറിയപ്പോൾ ഉള്ള ചെക്കിങ് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഏർലി മോർണിംഗ് ആയിരുന്നു. സോ ഇങ്ങനെ നേരം എടുത്ത് വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം നല്ല ഭംഗിയായിരുന്നു ആ ഡ്രൈവ്. ആക്ച്വലി ആ ഹൈവേ കൂടിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്സ് കൂടിയുള്ളൊരു ഡ്രൈവ് നല്ലതായിരുന്നു. ഫൈനലി ഞങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റി എത്തി, ടൗണിൻ്റെ അവിടെയൊക്കെ എത്തി. കുറച്ച് ലാൻഡ്സ്കേപ്സും അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് കമ്പയർഡ് ടു അയർലൻഡ്, വീടുകളൊക്കെ. സോ അതൊക്കെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ മൂവ് ചെയ്യായിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്റ്റേഡിയം ആയിരുന്നു. ജസ്റ്റ് അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഉള്ളിൽ കയറാനായിട്ട്, പക്ഷേ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. വീടുകളൊക്കെ വ്യത്യാസമുണ്ട്, നല്ല രസമല്ലേ. ഷിപ്പിലെ ട്രാവൽ ആക്ച്വലി കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. എല്ലാവർക്കും ചെറിയ രീതിയിലുള്ള ഒരു മോഷൻ സിക്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. അങ്ങനെ ഞങ്ങൾ ആക്ച്വലി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്
സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഭയങ്കര മഴയും കാറ്റൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മളെന്തായാലും ഓർത്തു, എന്തായാലും ഇവിടെ വരെ എത്തിയതല്ല, പുറത്തുനിന്ന് കാണാമെന്നൊക്കെ ഓർത്തിട്ട് ഞങ്ങൾ എന്തായാലും വണ്ടി പാട് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നടക്കുമായിരുന്നു. സോ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാരണം ഇത്രയും ലെജൻഡറി സ്റ്റേഡിയം, ക്രിസ്ത്യാനോ റൊണാൾഡോ, അങ്ങനെ ഒത്തിരി ലെജൻസ് വന്ന് കളിച്ചിട്ടുള്ള സ്റ്റേഡിയമാണ്. സോ കണ്ടപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ കണ്ട ഒരു സ്റ്റേഡിയം നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഉള്ളിൽ കയറാൻ പറ്റിയില്ല, അതിൻ്റെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്ത് വന്നാലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പം പിന്നീട് ഒരിക്കൽ ഉള്ളിൽ കയറി കാണണം എന്നുള്ളൊരു ഇതിൽ നമ്മൾ അവിടെ ചുറ്റുമൊന്ന് കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പോകാനുള്ള പ്ലാനായിരുന്നു. അങ്ങനെ ഫൈനലി എല്ലാം ഒന്ന് ചുറ്റിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങിയായിരുന്നു. ഞങ്ങൾ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ലൂട്ടണിലായിരുന്നു. കാരണം അത്യാവശ്യം ഞങ്ങൾ കമ്പയർ ചെയ്തപ്പോൾ അഫോർഡബിളായിട്ട് ലൂട്ടൺ മാത്രമേ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളായിരുന്നു. പ്രീമിയർ എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടലിൽ 2 റൂമായിരുന്നു ഞങ്ങൾ എടുത്തിരുന്നത്. സോ അവിടെ നിന്ന് ഞങ്ങൾ രാവിലെ തന്നെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് ലണ്ടനിൽ എന്തൊക്കെ പ്ലാൻ ഉണ്ടാക്കിയിട്ട് രാവിലെ തന്നെ തിരിച്ചു. പക്ഷെ രാവിലെ നല്ല മഴയായിരുന്നു. സോ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും, നല്ല മഴയായിരിക്കുമോ അല്ല കാണാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടും ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുള്ളായിട്ട് മാറി. ലണ്ടൻ എടുത്തപ്പോഴേക്കും കംപ്ലീറ്റ്ലി ക്ലൈമറ്റ് മാറിയായിരുന്നു. ഭയങ്കര വെയിലും ഒരു പ്ലസൻറ്റ് ക്ലൈമറ്റൊക്കെ വന്നു. സോ ഇപ്പോൾ നമ്മൾ ആക്ച്വലി ലണ്ടനിലേക്ക് ഞങ്ങൾ കയറി. ലണ്ടൻ കൈൻഡ് ഓഫ് ദാറ്റ് ഇന്നർ ലണ്ടനിലേക്ക് കയറി. സോ കൈൻഡ് ഓഫ് ലാൻഡ്സ്കേപ്പ് കംപ്ലീറ്റ്ലി മാറി. പുതിയ ഭയങ്കര ഒരു രസമുള്ള ബിൽഡിങ്ങുകളും ഒരു ഓൾഡ് ടൈപ്പ് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ ആയിരുന്നു. സോ ഞങ്ങൾ നേരത്തെ ഒരു പാർക്കിംഗ് ലണ്ടൻ സിറ്റീൻ്റെ അവിടെ തന്നെ ഒരു അപ്കോവ എന്ന് പറഞ്ഞിട്ട് ലണ്ടൻ സിറ്റീൻ്റെ അവിടെ പാർക്കിംഗ് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ ഇറങ്ങാനായിട്ട്. ബട്ട് വിചാരിച്ചതിനൊക്കെ ഞങ്ങൾ ടഫായിരുന്നു, കാരണം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം ഇവിടുത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കമ്പയർ ടു അയർലൻഡ് വാസ് ബിറ്റ് ഡിഫിക്കൽട്ട് ടു ഡ്രൈവ് ത്രൂ ലണ്ടൻ ആക്ച്വലി. ബട്ട് ഇറ്റ് വാസ് ഫൺ. ലൈക്ക് ഞങ്ങളുടെ ലണ്ടനിൽ കയറുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറെൻറ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ലണ്ടൻ എന്ന് പറയുമ്പോൾ യെസ് വി ഓൾ നോ ഇറ്റ്സ് എ ബിഗ് സിറ്റി, ബട്ട് ഇത്രയും വലിയൊരു സിറ്റിയാണെന്ന് നമ്മൾ ആ ഒരു സിറ്റിയിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കാറ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ചുറ്റുള്ള ബിൽഡിങ്സ്, പിന്നെ ഭയങ്കര വലിയൊരു സിറ്റിയാണ്. കാരണം ഇറ്റ്സ് നോട്ട് ലൈക്ക് എ സ്മോൾ തിങ്, ലൈക്ക് ഇറ്റ് സ്കാറ്റേഡ് അറൗണ്ട്. ലൈക്ക് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതേ കൂടി വണ്ടി ഓടിച്ചിട്ട് വണ്ടിയിലിരുന്ന് ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഫസ്റ്റ് ടൈമാണ്. സോ നമുക്ക് നോ ക്ലൂ ആയിരുന്നു. ജസ്റ്റ് ഗൂഗിൾ മാപ്പും കുറച്ച് ഫ്രണ്ട്സിൻ്റെ സജഷൻസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ബട്ട് ആ ഡ്രൈവർ ആക്ച്വലി കുറച്ച് ഹെക്റ്റിക് ആയിരുന്നെങ്കിലും നല്ല എൻജോയബിൾ ആയിരുന്നു. ഞങ്ങളുടെ ചുറ്റുള്ള ബിൽഡിങ്ങും, കാരണം പണ്ടത്തെ ആ ഒരു പ്രതാപം കാണിക്കുന്ന തരത്തിലുള്ള ബിൽഡിങ്സ് ആയിരുന്നു. പണ്ട് ലോകം മൊത്തം ഭരിച്ചിരുന്ന ആൾക്കാരുടെ ആ ഒരു അന്നത്തെ കുറേ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തോ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെ നമുക്ക് അതിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയായിരുന്നു. പിന്നെ ആക്ച്വലി ഭയങ്കര ബിസി സിറ്റിയാണ്. എപ്പോഴും കുറേ വണ്ടികൾ, എപ്പോഴും കുറേ ആൾക്കാർ. സോ അങ്ങനൊരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു. ഹലോ ഗൈസ്, നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പോവാണ്.